ഈ കാണുന്ന റോഡ് കടലിന്റെ അടിയിലേക്ക് പോകുന്നത് കണ്ടോ? വാഹനങ്ങൾ 8 കിലോമീറ്റർ നീളത്തിലുള്ള ഈ പാലത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞ് 4 കിലോമീറ്റർ നീളത്തിലുള്ള ഈ കൃത്രിമ ദ്വീപിലൂടെ സഞ്ചരിക്കും. അതിനുശേഷം 4 കിലോമീറ്റർ കടലിന്റെ അടിയിലൂടെ സഞ്ചരിച്ച് മറുകരയിലെത്തും. ഇതാണ് യൂറോപ്പിലുള്ള ഒർസൂൺ ബ്രിഡ്ജ്. എന്തിനാണ് ഈ പാലം ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്? കൃത്രിമ ദ്വീപ് ഉണ്ടാക്കി കടലിന്റെ അടിയിലൂടെ പാതയുണ്ടാക്കിയത് എങ്ങനെയാണ്? നമുക്ക് നോക്കാം. ഇതാണ് യൂറോപ്പിലുള്ള ഡെൻമാർക്കിനെയും സ്വീഡനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒർസൂൺ പാലം. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും 16 കിലോമീറ്റർ നീളത്തിൽ കടലാണ്. ഇത് കാരണം ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായിരുന്നു. അത് സോൾവ് ചെയ്യാൻ 1991 പ്ലാൻ ചെയ്ത് നിർമ്മിച്ച പാലമാണ് ഒർസൂൺ. ഈ പാലം നിർമ്മിക്കുന്ന കമ്പനിയോട് രണ്ട് രാജ്യങ്ങളുടെയും ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കണ്ടീഷൻ 5 വർഷത്തിനുള്ളിൽ ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കണമെന്നാണ്. എഞ്ചിനീയേഴ്സിനുണ്ടായിരുന്ന ആദ്യത്തെ പ്രശ്നം ഡെൻമാർക്കിന്റെ സൈഡിൽ ഈ പാലം അവസാനിക്കുന്നിടത്ത് ഒരു എയർപോർട്ടാണ്. അതുകൊണ്ട് ഇത്രയും നീളത്തിലും ഹൈറ്റിലും ഈ പാലം നിർമ്മിച്ചാൽ പൈലറ്റിന് വിമാനങ്ങൾ കറക്റ്റായി ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ കടലിന്റെ മുകളിലൂടെ വരുന്ന പാലം ഒറ്റയടിക്ക് കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല. അതുകൊണ്ട് 8 കിലോമീറ്റർ നീളത്തിൽ കടലിന്റെ മുകളിലൂടെ വരുന്ന പാലം 4 കിലോമീറ്റർ നീളമുള്ള ആർട്ടിഫിഷ്യൽ ഐലൻഡിലൂടെ പാസ്സായി ബാക്കിയുള്ള 4 കിലോമീറ്റർ കടലിന്റെ അടിയിലൂടെ കൊണ്ടുപോകാനും തീരുമാനിച്ചു. അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റേജിൽ കൃത്രിമ ദ്വീപ് നിർമ്മിച്ചു. കടലിൽ കൃത്രിമ ദ്വീപ് നിർമ്മിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഇൻഫില്ലിംഗ് ആണ്. അതായത് പാറകൾ കൊണ്ടുവന്ന് ആവശ്യമുള്ള കടലിന്റെ ഭാഗത്ത് തട്ടി ഉയർത്തിക്കൊണ്ടുവരും. അതിന്റെ മുകളിലേക്ക് മണ്ണും ചെളിയും ഇട്ട് ലെവല് ചെയ്ത് സെറ്റാക്കി എടുക്കും. അതിനുവേണ്ടി 1800 കോടി കിലോഗ്രാം കല്ല് കൊണ്ടുവന്ന് ഈ ഭാഗത്ത് തട്ടി ഉയർത്തിക്കൊണ്ടുവന്നു. ഈ ഒരു ഷേപ്പിലാണ് കല്ല് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഓരോ ലോഡ് കല്ലും GPS ഉപയോഗിച്ച് ആവശ്യമുള്ള ഭാഗത്താണ് ഇതിന്റെ ഉള്ളിലേക്ക് തട്ടുന്നത്. അങ്ങനെ 12 കിലോമീറ്റർ ചുറ്റളവിൽ കല്ല് തട്ടി ഉയർത്തി കഴിഞ്ഞ് ഇനി അതിന്റെ മുകളിൽ ചെളിയും മണ്ണും ഇട്ട് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി കരയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ബോട്ടുകൾ ഉപയോഗിച്ച് ഇതുപോലെ വലിച്ച് സ്പോട്ടിലെത്തിച്ച് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തു. ഡെൻമാർക്കിന്റെ സൈഡിൽ ഈ പാലം അവസാനിക്കുന്നത് കടൽ ഭാഗത്ത് നിന്ന് കുറച്ച് അകലെയായിട്ടാണ്. അതുകൊണ്ട് ഈ കരഭാഗത്തിന്റെ അടിയിൽ ഒരു ടണൽ നിർമ്മിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ മണ്ണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ മണ്ണ് പോരാ. 11 മീറ്റർ ആഴത്തിൽ 46 മീറ്റർ വീതിയിൽ 4 കിലോമീറ്റർ ഫില്ല് ചെയ്യാൻ ഏകദേശം 2 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണും ചെളിയും ആവശ്യമാണ്. അതുകൊണ്ട് കടലിന്റെ അടിത്തട്ട് തോണ്ടി മണ്ണും ചെളിയും എടുക്കാൻ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിപ്പർ ഡ്രെഡ്ജറായ ഷിക്കാഗോ കൊണ്ടുവന്നു. ഷിക്കാഗോ ഒരു തവണ അതിന്റെ ബക്കറ്റ് ഉപയോഗിച്ച് ഡ്രെഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണും ചെളിയും ഒരു മിനിവാൻ നിറയാൻ വേണ്ട അളവിലുള്ള മണ്ണും ചെളിയുമാണ്. 4-5 കിലോമീറ്റർ അകലെയുള്ള കടലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഡ്രെഡ്ജ് ചെയ്തെടുത്ത് ബോട്ടുകൾ ഉപയോഗിച്ച് വലിച്ച് സ്പോട്ടിൽ കൊണ്ടുവന്ന് ഫില്ല് ചെയ്തു. ഏകദേശം 50 ബോട്ടുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. ഇങ്ങനെ മണ്ണ് വലിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആഴി ഉലയുന്നത് കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ 4 കിലോമീറ്റർ ദൂരെ മണ്ണ് എത്തിക്കാൻ കഴിയൂ. ഡ്രെഡ്ജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്ത പ്രോബ്ലം ഈ ഭാഗങ്ങളിലുള്ള കടലിന്റെ അടിയിൽ ഹാർഡായിട്ടുള്ള കോപ്പൻഹേഗൻ ലൈംസ്റ്റോണുകൾ എന്ന ഒരു തരം പാറകളാണ്. ഈ ലൈംസ്റ്റോണുകൾ കട്ട് ചെയ്തെടുക്കാൻ ഷിക്കാഗോയ്ക്ക് കഴിയില്ല. അതിനുവേണ്ടി ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കട്ടർ സക്ഷൻ ഡ്രെഡ്ജറുകളിൽ ഒന്നായ കാസ്റ്റ് എന്ന ഈ മെഷീൻ കൊണ്ടുവന്നു. ഈ മെഷീൻ ഉപയോഗിച്ച് ലൈംസ്റ്റോണുകളെ പൊടിച്ച് ചെളിയാക്കി പുറത്തെടുത്തു. ഇതുപോലെയുള്ള 60 പല്ലുകളാണ് ഈ മെഷീൻ ഉള്ളത്. ഈ ഹാർഡായിട്ടുള്ള ലൈംസ്റ്റോണുകൾ കാരണം ഈ പല്ലുകൾ ഒടിഞ്ഞു പോകും. അങ്ങനെ ഒരു ദിവസം 200 പല്ലുകളാണ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നത്. ഒരു പല്ലിന്റെ വെയിറ്റ് 20 കിലോഗ്രാം ആണ്. ഈ ഡ്രെഡ്ജിംഗ് പൂർത്തിയാക്കിയപ്പോൾ ഏകദേശം 50,000 പല്ലുകളാണ് ഈ മെഷീന് മാറി വെക്കേണ്ടി വന്നത്. കാസ്റ്റ എന്ന ഈ മെഷീൻ ലൈംസ്റ്റോണുകളെ പൊടിക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്, വാക്വം ക്ലീനർ പോലെ വർക്കായി ഈ ചെളി വലിച്ചെടുത്ത് പമ്പുകൾ ഉപയോഗിച്ച് ഇതുപോലെ പൈപ്പ് വഴി 4 കിലോമീറ്റർ ദൂരെയുള്ള ഈ കൃത്രിമ ദ്വീപിലെത്തിച്ചു. ഇങ്ങനെ ഡ്രെഡ്ജിങ്ങിന്റെ ഇടയിൽ കണ്ടെത്തിയതാണ് ഈ ബോംബുകൾ. ഇത് കാരണം പണി നിർത്തലാക്കി. കാരണം അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ബോംബുകൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ വിജയം ആഘോഷിക്കുന്ന പ്രകടനത്തിൽ ബ്രിട്ടീഷ് റോയൽ ആർമി ഈ കടലിൽ ഇട്ടതാണ്. അതിൽ ചിലത് പൊട്ടി ചിലത് പൊട്ടാതെ ഇങ്ങനെ തന്നെ കിടന്നു. പിന്നീട് ഡാനിഷ് നേവിയെ എത്തിച്ച് ബോംബുകൾ കണ്ടുപിടിച്ച് അങ്ങനെ 16 ബോംബുകൾ കണ്ടുപിടിച്ച് നിർവീര്യമാക്കി. വീണ്ടും പണി തുടങ്ങി 14 മാസം കൊണ്ട് ഐലൻഡ് പൂർത്തിയായി. അടുത്ത സ്റ്റേജിൽ കടലിന്റെ അടിയിൽ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ടണലിന്റെ ബ്ലോക്കുകൾ നിർമ്മിച്ചു. ഓരോ ബ്ലോക്കിനും 175 മീറ്റർ നീളം, 38 മീറ്റർ വീതി, 8.5 മീറ്റർ ഹൈറ്റും. ഈ ബ്ലോക്കിലുള്ള 2 ട്യൂബുകൾ വഴി വാഹനങ്ങൾക്ക് പോകാൻ, ഒന്ന് എമർജൻസി, മറ്റൊരു ട്യൂബ് ട്രെയിനുകൾക്ക് പോകാനുമാണ്. ഇങ്ങനെയുള്ള 20 ബ്ലോക്കുകൾ നിർമ്മിക്കാൻ വേണ്ടി 40 മില്യൺ റീഇൻഫോഴ്സ്ഡ് സ്റ്റീലും 7,50,000 കോടി ലിറ്റർ കോൺക്രീറ്റുമാണ് ഉപയോഗിച്ചത്. ഓരോ ബ്ലോക്കിന്റെയും വലിപ്പം 2 ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ നീളം, 3 നില കെട്ടിടത്തിന്റെ ഹൈറ്റ്, 5.5 കോടി കിലോഗ്രാം വെയിറ്റുമാണ്. ഇത് കരയിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ എന്തായാലും പോസിബിൾ അല്ല. അതുപോലെ ഇത്രയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള മെഷീനും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ബ്ലോക്കുകൾ നിർമ്മിച്ച കൺസ്ട്രക്ഷൻ ഏരിയ ഈ സ്പോട്ടിന്റെ അടുത്താണ്. കരയിലുള്ള കൺസ്ട്രക്ഷൻ ഏരിയയിൽ നിന്ന് ഇത്രയും വെയിറ്റ് ഉള്ള ബ്ലോക്കുകൾ സ്പോട്ടിൽ എത്തിക്കാൻ വേണ്ടിയും എഞ്ചിനീയേഴ്സിന്റെ കയ്യിൽ ഐഡിയ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഈ ബ്ലോക്കുകളിലുള്ള ഓപ്പണിംഗ് എല്ലാം സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിച്ച് എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇതിരിക്കുന്ന സ്ഥലത്ത് ലോക്ക് സിസ്റ്റം ഉണ്ടാക്കി.
നമ്മുടെ പനാമ കനാൽ വർക്കാകുന്നത് പോലെ. അതിനുശേഷം വെള്ളം നിറച്ചു. ഏകദേശം 100 മില്യൺ ലിറ്റർ വെള്ളമാണ് ഇതിന്റെ ഉള്ളിൽ നിറച്ചത്. ഈ ടണൽ ഗ്യാങ്ങിന്റെ ഉള്ളിൽ എയർ ആയത് കാരണം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. പിന്നീട് സ്റ്റീൽ കേബിളുകൾ ബ്ലോക്കിന്റെ സൈഡിൽ സെറ്റ് ചെയ്ത് വിഞ്ചസ് ഉപയോഗിച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വലിച്ച് ലോക്ക് സിസ്റ്റത്തിന്റെ ഡോർ ഓപ്പണാക്കി സീ ലെവലിൽ വെള്ളം എത്തിച്ച് ബ്ലോക്ക് കടലിലേക്ക് ഇറക്കി. അതിനുശേഷം ബോട്ടുകൾ ഉപയോഗിച്ച് കെട്ടി വലിച്ച് സ്പോട്ടിൽ എത്തിച്ചു. ഇനിയുള്ള പ്രശ്നം ഈ ബ്ലോക്കുകൾ വെള്ളത്തിന്റെ അടിയിലേക്ക് മുക്കണം. അതിനുവേണ്ടി ഈ ബ്ലോക്കുകളിൽ സ്പെഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഹോളുകളിൽ വെള്ളം നിറച്ചു. പിന്നീട് പൊങ്ങിക്കിടക്കുന്ന പ്ലാറ്റ്ഫോമിന്റെയും കേബിളിന്റെയും വിഞ്ചസിന്റെയും സഹായത്തോടെ ഓരോ ബ്ലോക്കും കെയർഫുള്ളായിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറക്കി. 4 കേബിൾ ഈ ബ്ലോക്കിന്റെ സൈഡിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ വിഞ്ചസിന്റെ സഹായത്തോടെ പതിയെയാണ് താഴേക്ക് ഇറക്കിയത്. ഓൾറെഡി കടലിന്റെ അടിയിൽ ഈ ബ്ലോക്കുകൾ വയ്ക്കേണ്ട പ്ലാറ്റ്ഫോം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്കുകൾ കറക്റ്റ് പൊസിഷനിലാകാൻ സ്റ്റീൽ ഗൈഡ് പ്ലേറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. GPS-ന്റെ സഹായത്തോടെ കറക്റ്റ് പൊസിഷനിൽ ഓരോ ബ്ലോക്കുകളും വെച്ചു. ഈ ബ്ലോക്കുകൾ തമ്മിൽ 1 മില്ലിമീറ്ററിൽ കുറവ് മാത്രമേ ഗ്യാപ്പ് ഉണ്ടാവൂ. അത് കഴിഞ്ഞ് നേരത്തെ ഹോളുകളിൽ നിറച്ച വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യും. ഇത് കാരണമുണ്ടാകുന്ന വാക്വം ഈ ബ്ലോക്കുകളെ ഒന്നുകൂടി ടൈറ്റ് ആക്കും. അത് കഴിഞ്ഞ് ഈ ടണലിന്റെ ചുറ്റിനും ചെറിയ കല്ലുകളും മണ്ണും ഇട്ട് മൂടി. ഈ ടണലിന് അവർ പേരിട്ടത് ട്രോജൻ ടണൽ എന്നാണ്. ഇങ്ങനെയുള്ള ടണലുകളെ ഫെമറൻ ബെൽറ്റ് ടണൽ എന്ന് പറയും. പിന്നീട് ഈ ടണലിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡ് സെറ്റാക്കി. ഡെൻമാർക്കിന്റെ സൈഡിൽ എയർപോർട്ട് ഒരു പ്രോബ്ലം ആയിരുന്നെങ്കിൽ സ്വീഡന്റെ സൈഡിൽ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ഈ പാലത്തിന് ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് 140 മീറ്റർ ഇടവിട്ട് ഈ പില്ലറുകൾ വെച്ചിട്ട് 2 ടവറുകൾ നിർമ്മിച്ച് അതിന്റെ ഇടയിൽ ലോങ് ഗ്യാപ്പ് ഇട്ടത്. ഏകദേശം 1/2 കിലോമീറ്റർ ആണ് ഈ ഗ്യാപ്പ്. ഇതിന്റെ ഇടയിലൂടെ കപ്പലുകൾക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാം. നോർമലി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ 3 ടൈപ്പിലുള്ള ബ്രിഡ്ജ് ഡിസൈൻ ആണ് പരിഗണിക്കുന്നത്. 1 ആർച്ച് മോഡൽ, 2 സസ്പെൻഷൻ മോഡൽ, 3 കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. ആർച്ച് മോഡലിലുള്ള ബ്രിഡ്ജ് ഒഴിവാക്കാൻ കാരണം ഈ ബ്രിഡ്ജുകൾ സ്ട്രോങ് ആണ്, പക്ഷെ 2 സൈഡിലും ആർച്ചിന്റെ തുടക്കഭാഗത്ത് ഹൈറ്റ് കുറവാണ്. ഇത് കാരണം കപ്പൽ ബ്രിഡ്ജിൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സസ്പെൻഷൻ മോഡൽ ഒഴിവാക്കാൻ കാരണം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കേബിളുകളിൽ ഒരുപാട് വെർട്ടിക്കൽ ആയിട്ടുള്ള കേബിളുകൾ ഡെക്കിൽ കണക്ട് ചെയ്താണ് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത്. അതുപോലെ ഈ കേബിൾസ് കുറച്ച് ലൂസ് ആയിരിക്കും. ഇത് വർക്ക് ചെയ്യുന്നത് ഒരുപക്ഷെ കാറ്റ് കൂടുതലായി ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഡെക്ക് ബാലൻസ് ചെയ്താണ്. ഇത് കാറ്റുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ ഈ ബ്രിഡ്ജിന്റെ അടിയിലൂടെ ട്രെയിനും പോകുന്നുണ്ട്. ആ സമയം ഇത് ഷെയ്ക്ക് ആയാൽ അപകടമുണ്ടാകും. അതുകൊണ്ടാണ് കേബിൾ സ്റ്റേഡ് മോഡലിൽ ഈ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തത്. ഇവിടെ ടവറിൽ നിന്ന് വരുന്ന കേബിളുകൾ ഡെക്കിൽ ടൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കാരണം മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇനി ഉണ്ടായാലും നമുക്ക് അറിയാൻ പോലും കഴിയില്ല. ഈ 2 ടവറുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഏകദേശം 500 മീറ്റർ ആണ്. ഈ ഗ്യാപ്പിനനുസരിച്ചാണ് ഈ ടവറിന്റെ ഹൈറ്റും സെറ്റ് ചെയ്യുന്നത്. അതായത് ഗ്യാപ്പിന്റെ നീളം കൂടുമ്പോൾ ഈ ടവറിന്റെ ഹൈറ്റ് കൂടണം. ഇവിടെ ആവശ്യമായിട്ടുള്ളത് 240 മീറ്റർ ആണ്. അങ്ങനെ ഈ 8 കിലോമീറ്റർ നീളത്തിലുള്ള പാലം നിർമ്മിച്ചു. ഡെൻമാർക്കിന്റെ സൈഡിലുള്ള ഈ ബ്രിഡ്ജിന്റെ അവസാനം കരഭാഗത്ത് നിന്ന് കുറച്ച് അകലെയുള്ള എയർപോർട്ടിലാണ്. അവിടേക്ക് പോകാൻ വേണ്ടി കരയുടെ അടിഭാഗം TBM മെഷീൻ ഉപയോഗിച്ച് തുരന്ന് ടണലുണ്ടാക്കി. അങ്ങനെ അവസാനം 5 വർഷം കൊണ്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി. ട്രാൻസ്പോർട്ടേഷൻ ഒരു രാജ്യം ഡെവലപ്പ് ആകാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങൾ 1990-കളിലെ ഇതുപോലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ടണലുകൾ നിർമ്മിച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടെയുള്ള മിക്ക രാജ്യങ്ങളും ഡെവലപ്ഡ് ആകാനുള്ള കാരണം. ചരക്കുകൾ വേഗത്തിൽ കൈമാറ്റം ചെയ്യണം, തുറമുഖത്തെത്തിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയും 4-5 വർഷമായിട്ട് ഇതുപോലെയുള്ള ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ നിർമ്മിച്ചു.